സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ പ്ലാനിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് പ്ലാനിങ് എന്താണെന്ന് നോക്കാം. പ്ലാനിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഡെഫിനിഷൻ, കമ്മിങ് ടു ദ ഡെഫിനിഷൻ ഓഫ് പ്ലാനിങ്. പ്ലാനിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് പ്ലാനിങ് ഇസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഡിസൈഡ് ചെയ്യാണ് എന്താ വാട്ട് ഈസ് ഡു, വാട്ട് ഈസ് ഗോയിങ് ടു ബി ഡു, ആൻഡ് വെൻ ടു ഡു, ഹൗ ടു ഡു, ആൻഡ് ഹൂ ഈസ് ടു ഡു. And it is bridging a gap from where we are to and where we want to go. അത് കൂൺ ആൻഡ് ഡോണൽ പറഞ്ഞ ഒരു ഡെഫിനിഷൻ ആണ് എന്തെന്ന് പറഞ്ഞാൽ പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് എന്ന് പറയുന്നത് ഇസ് ഡിസൈഡിങ് അഡ്വാൻസ്. നമ്മൾ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് അഡ്വാൻസ് ആയിട്ട് ഡിസൈഡ് ചെയ്യാണ് എന്താ വാട്ട് ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു, ഹൂ ഈസ് ഗോയിങ് ടു ഡു എന്നുള്ള കാര്യം നമ്മൾ പ്ലാൻ ചെയ്യാണ് അഡ്വാൻസ് ആയിട്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ബ്രിഡ്ജിങ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട്സ് ടു ഗോ. നമ്മളിപ്പോൾ എന്താണ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് എവിടം വരെയാണ് പോകേണ്ടത്, നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ള ആ ഇടയിലുള്ളൊരു ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യുന്നതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു കൂൺസ് ആൻഡ് ഡോണൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത പ്ലാനിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ആണ്. പ്ലാനിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ആണ്. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക. ഈ ഒബ്ജക്റ്റീവ്സിലേക്ക് എത്താനുള്ള ആക്ഷൻസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക. ആൻഡ് ഡിറ്റർമൈനിങ് ദ എ കോഴ്സ് ഓഫ് ആക്ഷൻ ഫോർ അച്ചീവിങ് ദോസ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡിറ്റർമൈനിങ് ദ കോഴ്സ് ഓഫ് ആക്ഷൻ ഫോർ അച്ചീവിങ് ദാറ്റ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ അതാണ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വി ഹാവ് ടു go through what are the importance of planning. പ്ലാനിങ്ങിൻ്റെ ജസ്റ്റ് ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം. പക്ഷേ ഈ ഇമ്പോർട്ടൻസ് പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമ്പോർട്ടൻസ് തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പർപ്പസ് ആയിട്ട് എഴുതാൻ പറ്റും അല്ലേ? അപ്പം എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് അല്ലെങ്കിൽ പർപ്പസസ് ഓഫ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാനിങ് പ്രൊവൈഡ് ഡിറക്ഷൻ പ്രൊവൈഡ് ചെയ്യും അല്ലേ? പ്ലാനിങ് പ്രൊവൈഡ്സ് ഡിറക്ഷൻ. പ്ലാനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ യൂണിഫൈഡ് ഫ്രെയിം വർക്ക് ആണ്. ഇറ്റ് ഈസ് എക്കണോമിക്കലാണ്. അപ്പം നമ്മുടെ പൈസയ്ക്കകത്തൊക്കെ നിന്നോളും. അതാണ് എക്കണോമിക്കലാണ്, യൂണിഫൈങ് ആയിട്ടുള്ള ഫ്രെയിം വർക്ക് ആണ്. ഇറ്റ് റെഡ്യൂസസ് എ റിസ്ക് ഓഫ് അൺസർട്ടണിറ്റി ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ എന്തെങ്കിലും ഒരു തകരാറ് അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഉണ്ടാകുന്നതിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന അൺസർട്ടണിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യും. ഇന്നോവേഷനും ക്രിയേറ്റിവിറ്റിയും അത് എൻകറേജ് ചെയ്യും. മൊറയിൽ ഇൻക്രീസ് ചെയ്യും, കൺട്രോൾ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എന്താണ്? പ്ലാനിങ് പ്രൊവൈഡ്സ് ഡിറക്ഷൻ. പ്ലാനിങ് എന്ന് പറയുന്നത് എക്കണോമിക്കലാണ്. പ്രൊവൈഡ്സ് ഡിസിഷൻ മേക്കിംഗ്. അതുപോലെ തന്നെ ഇറ്റ് റെഡ്യൂസ് അൺസർട്ടണിറ്റി ഇൻ ദ ഫ്യൂച്ചർ. അതുപോലെ ഇറ്റ് ഇൻക്രീസസ് മൊറയിൽ, ഫെസിലിറ്റേറ്റ് കൺട്രോളിനെ ഫെസിലിറ്റേറ്റ് ചെയ്യും. ഇന്നോവേറ്റ്സ്, എൻകറേജസ് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. പിന്നെ ഇറ്റ് ഈസ് എൻ യൂണിഫൈഡ് ഫ്രെയിം വർക്ക് ആണ്. ഇനി ടൈപ്സ് ഓഫ് പ്ലാനിങ്, നമുക്ക് 3 ടൈപ്പിലുള്ള പ്ലാനിങ് ഉണ്ട്. സ്ട്രാറ്റജിക് പ്ലാനിങ്, ഓപ്പറേഷണൽ പ്ലാനിങ് ആൻഡ് ഫങ്ഷണൽ പ്ലാനിങ്. ഇതാണ് നമ്മുടെ കുഹാസിൻ്റെ സിലബസിലുള്ളത്. സ്ട്രാറ്റജിക് പ്ലാനിങ്, ഓപ്പറേഷണൽ പ്ലാനിങ് ആൻഡ് ഫങ്ഷണൽ പ്ലാനിങ് ആണുള്ളത്. അപ്പോൾ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇന്നാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ്. ഇനി സ്ട്രാറ്റജിക് പ്ലാനിങ് എന്താണ്? സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ ഡെഫിനേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. എന്താണ്? what is the definition of strategic planning? സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു മെൻ്റൽ പ്രോസസ്സാണ് അല്ലേ? അപ്പോൾ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെൻ്റൽ പ്രോസസ്സാണ്. ഇറ്റ് ഈസ് എ മെൻ്റൽ പ്രോസസ്. എന്താണ്? ഇറ്റ് റിക്വയർസ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അപ്പം സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് വെച്ചാൽ മെൻ്റൽ പ്രോസസ്സാണ്. നമ്മൾ ബുദ്ധി കൊണ്ട് പ്ലാൻ ചെയ്യേണ്ട ഒരു പ്ലാനിങ് ആണ് സ്ട്രാറ്റജിക് പ്ലാനിങ്. അതിനകത്ത് എന്തൊക്കെ വേണം? ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഡിസിഷൻ മേക്കിങ്ങും വേണം. എവറി സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് എ സ്ട്രാറ്റജിക് പ്ലാൻ. സ്ട്രാറ്റജിക് പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്ന ഓരോ സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യണം? ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഡിസിഷൻ മേക്കിങ്ങും യൂസ് ചെയ്ത് അങ്ങനെയുള്ള ഒരു മെൻ്റൽ പ്രോസസ്സാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വേറൊരു ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദ ഓർഗനൈസേഷണൽ സ്ട്രാറ്റജീസ്, direction and decision making to allocate resources considering external and internal factors. ഇന്റേണൽ ഫാക്ടേഴ്സിനെയും എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയും കൺസിഡർ ചെയ്ത് നമുക്ക് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യണം. എങ്ങനെയാണ്? പ്രോപ്പർ ആയിട്ടുള്ള ഡയറക്ഷൻസ് അനുസരിച്ച്, പ്രോപ്പർ ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രാറ്റജിക്ക് അനുസരിച്ച്, ഡിസിഷൻ മേക്കിങ്ങിനനുസരിച്ചൊക്കെ എന്ത് ചെയ്യണം? ഇന്റേണൽ ഫാക്ടേഴ്സിനും എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്. അപ്പോൾ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ബേസ്ഡ് ഓൺ അല്ലെങ്കിൽ ഡിറ്റർമൈനിങ് ദ ഓർഗനൈസേഷണൽ സ്ട്രാറ്റജീസ്, ഡയറക്ഷൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. എന്തിനു വേണ്ട? ടു അലോക്കേറ്റ് ദ റിസോഴ്സസ് കൺസിഡറിങ് ദ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ്. ഇനി നമുക്ക് എന്താണ് പർപ്പസ് ഓഫ് സ്ട്രാറ്റജിക് പ്ലാനിങ്? സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന്റെ പർപ്പസ് നമ്മൾ നേരത്തെ പഠിച്ച കുറേ
ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് പഠിച്ചില്ലേ, അത് ഡിറക്ഷൻ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന അൺസർട്ടണിറ്റി കുറയ്ക്കും. പിന്നെ എന്താണ് മോട്ടിവേഷൻ അല്ലെന്നുണ്ടെങ്കിൽ മൊറൈൽ ഇൻക്രീസ് ചെയ്യും, കൺട്രോൾ ഇൻക്രീസ് ചെയ്യും. പിന്നെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ എക്കണോമിക്കലാണ്, യൂണിഫൈഡ് ഫ്രെയിം വർക്ക് കൊടുക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇന്നോവേഷൻ ക്രിയേറ്റിവിറ്റി എൻകറേജ് ചെയ്യുന്നുണ്ട്. അത് തന്നെ ഇവിടെ എഴുതി വെച്ചാലും മതി. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പുതിയ പോയിന്റ്സ് കിട്ടണമെങ്കിൽ അക്യൂർ ആൻഡ് ഡെവലപ്മെന്റ് ന്യൂ പ്രാക്ടീസസ്, പുതിയ പുതിയ പ്രാക്ടീസസ് നമുക്ക് അക്വയർ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും പറ്റും. കാരണം നമ്മൾ ബുദ്ധിപരമായിട്ട് എടുക്കുന്ന കാര്യങ്ങളല്ലേ, അപ്പോൾ പുതിയ പുതിയ പ്രാക്ടീസസ് നമുക്ക് അക്വയർ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും പറ്റും. പിന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിലെ പെർഫോമൻസ് മാനേജ് ചെയ്യാൻ വേണ്ടി സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഉള്ള പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, ഗോൾസ്, വാല്യൂസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓപ്പറേഷൻസ് മാനേജ് ആൻഡ് ഓർഗനൈസേഷനകത്തുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. കാരണം ഓപ്പറേഷൻസിനകത്ത് മാനേജ്മെന്റിനകത്തും അതുപോലെ ഓർഗനൈസേഷനകത്ത് ചേഞ്ച് കൊണ്ടുവരുമ്പോൾ എന്തുണ്ടാകും, നമുക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ പെർഫോമൻസിനെ മാനേജ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ആൻഡ് ഓപ്പറേഷനകത്ത് ചേഞ്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ഹാവ് ടു മാനേജ് ദ പെർഫോമൻസ് ഓഫ് എ ഡിപ്പാർട്ട്മെന്റ്. അപ്പം ഡിപ്പാർട്ട്മെന്റിന്റെ പെർഫോമൻസ് മാനേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മാനേജ്മെന്റിന്റെ കൂട്ടത്തിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്തു, പ്രോപ്പറായിട്ടൊരു ഡിപ്പാർട്ട്മെന്റിനെ മാനേജ് ചെയ്തു, ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എന്താണ്, നമുക്ക് പുതിയ പുതിയ പ്രാക്ടീസസുകളെ അക്വയർ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഗോൾസിലേക്കും വാല്യൂസിലേക്കും കമ്മ്യൂണിക്കേഷനിലേക്കും എത്താൻ പറ്റും. അതാണ് പർപ്പസസ് ഓഫ് എന്താ സ്ട്രാറ്റജിക് പ്ലാനിങ്. സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന് മെയിൻ ആയിട്ടുള്ള പർപ്പസ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാം, ഫ്യൂച്ചർ ആയിട്ടുള്ള അൺസർട്ടനിറ്റി കുറയ്ക്കാൻ പറ്റും. പിന്നെന്താണ്, ഒരു മൊറൈൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും, ഡയറക്ഷൻ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇന്നോവേഷൻ ക്രിയേറ്റിവിറ്റിക്ക് ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എന്താ മാനേജർ അല്ല മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പറേഷൻ, അതിന് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമുക്കൊരു ഡിപ്പാർട്ട്മെന്റിലെ പെർഫോമൻസ് മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിപ്പാർട്ട്മെന്റിലെ പെർഫോമൻസ് മാനേജ് ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ യൂട്ടിലൈസേഷനൊക്കെ നമുക്ക് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ പ്രാക്ടീസസുകൾ അക്വയർ ചെയ്യാനും ലേൺ ചെയ്യാനും ഒക്കെ പറ്റും. പിന്നെ അങ്ങനെ നമുക്ക് ഗോൾസും ഒബ്ജക്റ്റീവ്സും വാല്യൂസും കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് മെയിനായിട്ട് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ എന്ന് പറയുന്നത്, ഒരു ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വി ഹാവ് ടു മൂവ് ഓൺ ടു ദി വാട്ട് ആർ ദ 3 എലമെന്റ്സ് അല്ലെങ്കിൽ കീ എലമെന്റ്സ് എന്ന് പറയുന്നത്. കീ എലമെന്റ്സ് എന്തൊക്കെയാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന്റെ? സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്കും സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഇതിനകത്ത് ലോങ് ടേം ആയിട്ടുള്ള പ്ലാനിങ് ആയിരിക്കും ഉണ്ടാക്കുക. ഇതിനകത്ത് ഷോർട്ട് ടേം ആയിട്ടുള്ള കുറച്ച് നാളത്തെ ഒന്നും കാണത്തില്ല. ഈ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന് ലോങ് ടേം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ലോങ് ടേം പ്ലാനിങ് ആയിരിക്കും അണ്ടർ കണ്ടീഷൻസ് ഓഫ് അൺസർട്ടനിറ്റി ആൻഡ് കോംപ്ലക്സിറ്റി. ഭാവിയിൽ അൺസർട്ടനിറ്റിയോ കോംപ്ലക്സിറ്റിയോ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലോങ് ടേം ആയിട്ടുള്ള ഒരു പ്ലാനിങ് ആയിരിക്കും എന്ത് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക് പ്ലാനിങ് എപ്പോഴും സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ഒരു പാർട്ടും ആയിരിക്കും. അതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. കീ 3 എലമെന്റ്സ് എന്ന് പറയുന്നത് സർവൈവൽ, ഗ്രോത്ത് ആൻഡ് പ്രോസ്പെറിറ്റി ആണ്. 3 കീ എലമെന്റ്സ് ഓഫ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി ഈ സ്ട്രാറ്റജിക് പ്ലാനിനകത്ത് നേരിട്ട് 3 ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ആർക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുക. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ആർക്ക് വേണ്ടിയാണ് ചെയ്യേണ്ടത്, എങ്ങനെ നന്നായിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് നേരിട്ട് സ്ട്രാറ്റജിക് പ്ലാനിനകത്ത് പറയുന്നത്. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ്, നമുക്ക് ഓർഗനൈസേഷനെ മൊത്തത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞായിരുന്നു ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പെർഫോമൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ മാനേജ് ചെയ്യാൻ പറ്റുമല്ലേ. അപ്പോൾ എന്താണ്, ഒരു ഓർഗനൈസേഷൻ മൊത്തത്തിൽ എന്താണ് പ്ലാൻ ചെയ്യാൻ പറ്റും. അവരുടെ മിഷനെയും ഓവറോൾ ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷനും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അച്ചീവ് ചെയ്യാനും ഓർഗനൈസേഷൻ മിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഓവറോൾ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ടോപ്പ് മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റിയാണ് ഈ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്ലാൻ ചെയ്യാന്നുള്ളത്. ടോപ്പ് മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റിയാണ്. ഇൻപുട്ട് ലോവർ ലെവൽ മാനേജ്മെന്റിൽ നിന്ന് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ത് ചെയ്യും, ഈ ഇൻപുട്ടൊക്കെ റിവ്യൂ ചെയ്യും. പിന്നെ ലോങ് ടേം ആണ്, കുറേ നാളെടുക്കും. നമ്മൾ പറഞ്ഞായിരുന്നു ലോങ് ടേം ആയിട്ടുള്ള ഇതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, അൺസർട്ടനിറ്റിയും കോംപ്ലക്സിറ്റിയും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു ഫ്രെയിം വർക്ക് ഇതിന് പ്രൊവൈഡ് ചെയ്യും. ഓപ്പറേഷണൽ പ്ലാനിങ്ങിന് ഇനി പഠിക്കാനുള്ളതാണ് ഓപ്പറേഷണൽ പ്ലാനിങ്. ഈ ഓപ്പറേഷണൽ പ്ലാനിങ്ങിനും ഡേ ടു ഡേ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടും ഇതൊരു ഫ്രെയിം വർക്ക് ആയിട്ട് ആക്ട് ചെയ്യും. ആര്, സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷനെ എക്സ്റ്റേണൽ എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യും ആര്, സ്ട്രാറ്റജിക് പ്ലാനിങ്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത് നമുക്ക് ഗോൾസ്, മിഷൻ അതുപോലെ തന്നെ
ഓർഗനൈസേഷൻ ഓവറോൾ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ മാനേജ് ചെയ്യാൻ പറ്റും. ഓവറോൾ കമ്പനി അല്ലെങ്കിൽ ഓവറോൾ ആ ഒരു ഓർഗനൈസേഷനെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ഈ സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്ക് ആയിട്ട് ആക്ട് ചെയ്യും. ഡേ ടു ഡേ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടും ഓപ്പറേഷണൽ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും ഈ ടോപ്പ് മാനേജ്മെന്റിന്റെ മെയിൻ ഇത് ഈ പണി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ടോപ്പ് മാനേജ്മെന്റിന്റെ പണിയായിരിക്കും. ഈ ടോപ്പ് മാനേജ്മെന്റ് ബോട്ടം മാനേജ്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ ലോവർ മാനേജ്മെന്റിൽ നിന്നുള്ള ഇൻപുട്ട് നമ്മൾ റിവ്യൂ ചെയ്യും. പിന്നെ ഇത് എക്സ്റ്റേണൽ എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. ലോങ് ടേം ആണ്, കുറേ നാളെടുക്കും. ഇതാണ് മെയിൻ ആയിട്ടുള്ള എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പർപ്പസസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യും, ആദ്യം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു നമ്മൾ. അതുപോലെ തന്നെ ഓർഗനൈസേഷനെയും മാനേജ്മെന്റിനെയും അതുപോലെ ഓപ്പറേഷനെയൊക്കെ ചേഞ്ച് ചെയ്യാനും അതിനെ ഓവറോൾ ആയിട്ടുള്ള പെർഫോമൻസ് മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവിടുത്തെ അവൈലബിൾ യൂട്ടിലൈസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും അല്ലേ. അക്വയർ ആൻഡ് ഡെവലപ്പ് ന്യൂ പ്രാക്ടീസസ്, അക്വയർ ചെയ്യാൻ ഡെവലപ്പ് ചെയ്യുന്ന ന്യൂ പ്രാക്ടീസസ്. അങ്ങനെ നമുക്ക് അവിടുത്തെ ഗോൾസും വിഷനും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ പർപ്പസ് പഠിച്ചു. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ പഠിക്കാൻ വേണ്ടി കോഡല്ല, ഇത് ജസ്റ്റ് ഒരു നമുക്ക് നിമോണിക് അല്ല, എന്താണ് ഒരു റൈമിംഗ് വേർഡ് പോലെ പഠിക്കാം. ആക്ഷൻ വിഷൻ പാർട്ടിസിപ്പേഷൻ. ഓക്കെ, ആക്ഷൻ വിഷൻ പാർട്ടിസിപ്പേഷൻ, അക്കൗണ്ടബിലിറ്റി ആൻഡ് സെൻസിറ്റിവിറ്റി. ഇറ്റി വരുന്ന രണ്ടെണ്ണം ഉണ്ട്, ഇഷൻ എന്ന് പറയുന്ന മൂന്നെണ്ണം ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ 5 പ്രിൻസിപ്പിളാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റിനകത്തുള്ളത്. വിഷൻ, ആക്ഷൻ വിഷൻ പാർട്ടിസിപ്പേഷൻ, അക്കൗണ്ടബിലിറ്റി ആൻഡ് സെൻസിറ്റിവിറ്റി. ഓക്കെ, ആക്ഷൻ വിഷൻ പാർട്ടിസിപ്പേഷൻ, അക്കൗണ്ടബിലിറ്റി ആൻഡ് സെൻസിറ്റിവിറ്റി. ഓക്കെ, നിങ്ങൾക്ക് കോഡ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ആക്ഷൻ, പ്രിൻസിപ്പിൾ ഓഫ് വിഷൻ, പ്രിൻസിപ്പിൾ ഓഫ് പാർട്ടിസിപ്പേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടബിലിറ്റി ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് സെൻസിറ്റിവിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾസിനനുസരിച്ചൊക്കെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഒരു ആക്ഷൻ ചെയ്യാനായിട്ട്. പിന്നെ വിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ഓർഗനൈസേഷനും അവരുടേതായ വിഷൻ ഉണ്ടായിരിക്കും. ആ വിഷൻ അനുസരിച്ച് വേണം നമ്മൾ എന്തെങ്കിലും സ്ട്രാറ്റജിക് പ്ലാനിങ് നടത്താൻ വേണ്ടിയിട്ട്. പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന എല്ലാ ലെവലിലുള്ള മാനേജ്മെന്റിനെയും കറക്റ്റായിട്ട് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി കൊടുത്തിട്ട് എന്ത് ചെയ്യണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം. നെക്സ്റ്റ് അക്കൗണ്ടബിലിറ്റി ആൻഡ് സെൻസിറ്റിവിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ചാൽ ഉത്തരവാദിത്ത ബോധം, എല്ലാവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ അതുണ്ടായിരിക്കണം. നെക്സ്റ്റ് സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഓർഗനൈസേഷൻ്റെ എക്സ്റ്റേണൽ ആയിട്ട് ഉള്ള എൻവയോൺമെൻറ്റും ഇന്റേണൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റും ഈ ഒരു സ്ട്രാറ്റജിക് പ്ലാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഇന്റേണൽ എൻവയോൺമെൻറ്റ് സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ്. ഇനി മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ നോക്കുന്നത്. എന്താണ്, വാട്ട് ആർ ദ പ്ലാനിങ് പ്രോസസ് ഓഫ് ദ സ്ട്രാറ്റജിക് പ്ലാനിങ്. പ്ലാനിങ് പ്രോസസ്സാണ് ഇത്. ഞാൻ കുറേ വ്യക്തിയൊക്കെ എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഒന്നാമത്തേതാണ് ഗെറ്റിംഗ് റെഡി എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഈ പ്ലാൻ ചെയ്യണം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി റെഡി ആവണം. പിന്നെ നമ്മൾ എന്നിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കണം. നമ്മൾ മെൻ്റലി ഫിസിക്കലി മാനേജർ റെഡി ആയി കഴിഞ്ഞു, അങ്ങനെ മനസ്സിൽ സങ്കല്പിക്കുക. അതിനുശേഷം മാനേജർ എന്ത് ചെയ്തു, ആരൊക്കെയാണ് ഈ കമ്മിറ്റിയിൽ കൂട്ടേണ്ടത് എന്ന് വെച്ചാൽ അവരെ എല്ലാവരെയും കൂടെ നമ്മൾ അവരൊരു ലിസ്റ്റ് ഇട്ടു. ഏതൊക്കെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഏതൊക്കെ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു പ്ലാനിങ് പ്രോസസ്സിനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു, നോക്കി. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു കമ്മിറ്റി രൂപീകരിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവർക്ക് ടീം സെറ്റിംഗ് ആ ഒരു ടീമിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് എന്താണ്, അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് കൊടുക്കുക, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ കൊടുക്കുക. അപ്പോൾ ഇതാണ് ഗെറ്റിംഗ് റെഡി. നമ്മളൊരു ടീം രൂപീകരിച്ചു, ആ ടീമിനെ സെറ്റ് ചെയ്ത് വെച്ചു, അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കുറച്ച് കൊടുത്തു. ഇനി അടുത്തത് നമ്മൾ ആ ഒരു ഓർഗനൈസേഷൻ്റെ വിഷൻ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്തു. വിഷൻ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്തു, ഡിഫൈൻ ചെയ്തു. അപ്പം വിഷനും ഗോൾസും ഒബ്ജക്റ്റീവ്സും ഡിഫൈൻ ചെയ്തതിന് ശേഷം, അപ്പം ഈ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമ്മൾ വിഷനും ഈ ഗോൾസ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ എന്തിനാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം വിഷൻ എന്ന് പറയുന്നത്, അത് നമുക്ക് വിഷൻ പറയാം. വിഷൻ എന്ന് പറയുന്നത് ഇറ്റ് മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ വാട്ട്, ഹൗ ആൻഡ് വൈ ദ ഓർഗനൈസേഷൻ വർക്ക്. എങ്ങനെയാണ് ഈ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്, എന്താണ് ഈ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്. വാട്ട്, ഹൗ ആൻഡ് വൈ എന്നുള്ള ഓർഗനൈസേഷൻ വർക്ക്സ് ആണ് മിഷൻ പറയുന്നത്. ഇനി വിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഈ ഒരു ഔട്ട്കം എത്ര സക്സസ് ആയിരിക്കും, ഔട്ട്കം എത്രത്തോളം സക്സസ് ആയിരിക്കും, ഈ ഓർഗനൈസേഷൻ ഈ വിഷൻ വെച്ചിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം സക്സസ് ആയിരിക്കും വിഷൻ എന്ന് പറയുന്നത്. അതാണ് വിഷനകത്ത് പറയുന്നത്. പിന്നെ വിഷൻ ഹെൽപ്പ് ചെയ്യും സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് പുതിയ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാൻ
ചെയ്യാൻ വേണ്ടിയിട്ട് വിഷൻ ഹെൽപ്പ് ചെയ്യും. കാരണം വിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം സക്സസ് ആയിട്ടുണ്ട് എന്നറിയിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ കിട്ടും. പിന്നെ കമ്മ്യൂണിക്കേറ്റ് കോർ വാല്യൂസ്. നമ്മൾ ഈ ഓർഗനൈസേഷനും മിഷനും വിഷനും ഗോൾസ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് കോർ ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഫസ്റ്റ് നമ്മൾ റെഡി ആയി കഴിഞ്ഞു. അതിനുശേഷം ഓർഗനൈസേഷൻ ഗോൾസും ഒബ്ജക്റ്റീവ്സും വിഷനും ഒക്കെ ഡിഫൈൻ ചെയ്ത് കൊടുത്തു. വിഷന് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യും, മിഷൻ എന്തുവാണ്, വിഷൻ എന്തുവാന്നൊക്കെ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് അനലൈസിങ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. നമ്മൾ പറഞ്ഞായിരുന്നു എക്സ്റ്റേണൽ എൻവയോൺമെന്റുമായിട്ട് നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷൻ ഒരു കണക്ഷൻ ഉണ്ടെന്ന് അല്ലേ. അപ്പം നമ്മൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് നമ്മൾ അനലൈസ് ചെയ്തു. അതിന് നമുക്ക് വേറൊരു പേര് വിളിക്കും സിറ്റുവേഷണൽ അനാലിസിസ്. ചിലപ്പോൾ ഇത് മാത്രമായിട്ട് ചിലപ്പോൾ ഷോർട്ട് നോട്ട് ചോദിക്കും. അപ്പോൾ സിറ്റുവേഷണൽ അനാലിസിസ് അല്ലെങ്കിൽ അനലൈസിങ് ദ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമുക്ക് SWOT അനാലിസിസ് വെച്ചിട്ട് ചെയ്യാം. കുറേ മെത്തേഡ്സ് ഉണ്ട് നമുക്ക് സിറ്റുവേഷണൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് SWOT അനാലിസിസ് ആണ്. SWOT എന്ന് വെച്ചാൽ എന്താണ്? സ്ട്രെങ്ത് ഓഫ് ദ വാട്ട് ആർ ദ സ്ട്രെങ്ത് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇനി W എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ആർ ദ വീക്ക്നെസ് ഓഫ് ദ ഓർഗനൈസേഷൻ. O എന്ന് വെച്ചാൽ വാട്ട് ആർ ദ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ആൻഡ് T എന്ന് വെച്ചാൽ വാട്ട് ആർ ദ ത്രെറ്റ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള SWOT അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഓർഗനൈസേഷൻ്റെ വീക്ക്നെസ്, എന്തൊക്കെയാണ് ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത്, എന്തൊക്കെയാണ് എക്സ്റ്റേണൽ ഓപ്പർച്യൂണിറ്റി ദാറ്റ് ഗൈഡ് ദ ഓർഗനൈസേഷൻ ഫോർവേഡ്. മുന്നോട്ട് ആ ഓർഗനൈസേഷനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എക്സ്റ്റേണൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് O എന്ന് പറയുന്നത്. T എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ എക്സ്റ്റേണൽ ത്രെറ്റ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസും ത്രെറ്റും എക്സ്റ്റേണൽ ആയിട്ട് വരുന്നതാണ്. ഓർഗനൈസേഷനെ ബാക്കിലോട്ട് ഹോൾഡ് ബാക്ക് ചെയ്യുന്ന ത്രെറ്റ്സ്, ഫോർവേഡ് ആയിട്ട് നയിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നാണ് SWOT അനാലിസിസിലൂടെ നമ്മൾ മെയിനായിട്ടും നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതാണ് ക്രിട്ടിക്കൽ ഏരിയാസിനെ അനലൈസ് ചെയ്യാനാണ് ഈ SWOT അനാലിസിസ് നമ്മൾ നോക്കുന്നത്. പൊട്ടൻഷ്യൽ മെത്തഡോളജി ക്യാൻ ബി യൂസ്ഡ് ഫോർ എക്സാമിനിങ് ദ പൊട്ടൻഷ്യൽ സ്ട്രാറ്റജീസ്. പൊട്ടൻഷ്യൽ സ്ട്രാറ്റജീസ് അനലൈസ് ചെയ്യാൻ നമ്മൾ പൊട്ടൻഷ്യൽ മെത്തഡോളജി നമ്മൾ യൂസ് ചെയ്യും. ഇവിടെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ എൻവയോൺമെന്റ് അല്ലേ അനലൈസ് ചെയ്യുന്നത്. ആ സമയത്ത് ഈ പ്ലാനിങ് പ്രോസസ്സിൽ ഉണ്ടാകുന്ന ബാരിയേഴ്സ്, ആ ബാരിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്യും, എന്നാലേ നമുക്ക് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കാം. ഓക്കെ, അപ്പം അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ നമുക്ക് വിഷനിൽ നിന്ന് കുറച്ച് ഐഡിയാസ് കിട്ടിയില്ലേ, അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുക. പിന്നെ മിഷനിൽ നിന്ന് എന്താണ്, എങ്ങനെയൊക്കെയാണ് ഹൗ, വാട്ട് ആൻഡ് എന്താണ് വൈ ദ ഓർഗനൈസേഷൻ വർക്ക്സ് എന്നുള്ളത് കിട്ടി. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യുക. എന്നിട്ട് ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഓഫ് ദ ഓർഗനൈസേഷൻ നോക്കുക ഇൻ ലൈറ്റ് ഓഫ് വിഷൻ ആൻഡ് മിഷൻ. ഈ വിഷൻ ആൻഡ് മിഷനിൽ വെച്ചിട്ട് നമ്മൾ ക്രിട്ടിക്കൽ എന്തൊക്കെ ഇഷ്യൂസ് ഒക്കെയാണ് ഉണ്ടാകുന്നത്, അത് നമ്മൾ നേരത്തെ പറയുന്ന ബാരിയേഴ്സ്, ആ ക്രിട്ടിക്കൽ ഇഷ്യൂസ് നമ്മൾ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാന്നുള്ളത് നോക്കുക. അപ്പോൾ അതാണ് ഫസ്റ്റ് അടുത്ത തേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഗെറ്റിംഗ് റെഡി ആയി. പിന്നെ ഓർഗനൈസേഷനെ മിഷനും ഒബ്ജക്റ്റീവ്സും ഗോൾസ് ഒക്കെ ഡിഫൈൻ ചെയ്തു. എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ എൻവയോൺമെന്റ് നമ്മൾ അസസ് ചെയ്തു. എന്തൊക്കെ ക്രിട്ടിക്കൽ ഇഷ്യൂസ് ആണ് വരുന്നത്, മിഷൻ എന്താണ്, വിഷൻ എന്താണ്, പിന്നെ അതിനെ ഈ ഇഷ്യൂസിനെ എങ്ങനെ കറക്റ്റ് ചെയ്യും, പിന്നെ അതിൻ്റെ SWOT അനാലിസിസ് ഒക്കെ പഠിച്ചു. നെക്സ്റ്റ് പഠിക്കുന്നത് നമ്മൾ പെർഫോമിംഗ് ഗ്യാപ്പ് അനാലിസിസ്. നമ്മൾ ആദ്യമേ ഒരു ഡെഫിനിഷനകത്ത് പറഞ്ഞായിരുന്നു അല്ലേ. ഇറ്റ് ഈസ് എന്താണ്? ഫില്ലിംഗ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വാട്ട് we are and where we wants to go. where we are and where we wants to go. നമ്മൾ എന്താണ്, നമുക്ക് എവിടം വരെയാണ് പോകേണ്ടത്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രിഡ്ജിങ് ദ ഗ്യാപ്പ് ആണ് എന്ന് പറയുന്നത് പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് അനാലിസിസ്, എന്തൊക്കെ ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. എന്താണ് ഈ സ്ട്രാറ്റജി, ഇപ്പോഴത്തെ സ്ട്രാറ്റജിയും നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച സ്ട്രാറ്റജിയും തമ്മിൽ എന്തോരം ഗ്യാപ്പ് ഉണ്ട് എന്ന് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ഗ്യാപ്പിനുണ്ടാകുന്ന കോസസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ഗ്യാപ്പ് അനാലിസിസിന് വേണ്ടിയിട്ട് കറണ്ട് സ്ട്രാറ്റജീസും പ്ലാൻഡ് സ്ട്രാറ്റജീസും നമ്മൾ കമ്പയർ ചെയ്തു. എന്നിട്ട് ആ കോസസ് ഓഫ് ഗ്യാപ്പ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. എന്നിട്ട് എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഈ ഗ്യാപ്പിന് കാരണമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് അത് നമ്മൾ മാനേജേഴ്സിനെ അറിയിച്ചു. അതിനുശേഷം എന്താണ്? പുതിയ സ്ട്രാറ്റജീസ് നമ്മൾ ഡിസൈൻ ചെയ്തു. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി പുതിയ സ്ട്രാറ്റജി നമ്മൾ ഡിസൈൻ ചെയ്തു. അതാണ് ഗ്യാപ്പ് അനാലിസിസ്. അപ്പോൾ എന്താണ്? വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട്സ് ടു ഗോൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പാണ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്. അത് നമ്മൾ കറണ്ട് സ്ട്രാറ്റജിയും പ്ലാൻഡ് സ്ട്രാറ്റജിയും നമ്മൾ കമ്പയർ ചെയ്തു. എന്നിട്ട് ഗ്യാപ്പ് നമ്മൾ അനലൈസ് ചെയ്ത് ഗ്യാപ്പിൻ്റെ കോസസ് കണ്ടുപിടിച്ചു. ആ ഗ്യാപ്പിൻ്റെ കോസസിനുണ്ടാകുന്ന ഇഷ്യൂസ് നമ്മൾ മാനേജേഴ്സിനെ അറിയിച്ചു. ആ ഇഷ്യൂസ് എങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് പുതിയ സ്ട്രാറ്റജീസ് ഉണ്ടാക്കുക എന്നുള്ളത് ഡിസൈൻ ന്യൂ സ്ട്രാറ്റജീസ് അല്ലേ, അത് നമ്മൾ ചെയ്യുന്നു. ഇനി ഐഡന്റിഫൈങ് ആൻഡ് സെലക്ടിങ് ഓൾട്ടർനേറ്റീവ് സ്ട്രാറ്റജീസ് ഓഫ് അപ്രോച്ചസ്. നമ്മൾ എന്ത് ചെയ്തു?
പുതിയ സ്ട്രാറ്റജീസ് നമ്മൾ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ കുറേ സ്ട്രാറ്റജീസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ. ഐഡന്റിഫൈങ് ആൻഡ് സെലക്ട് ഓൾട്ടർനേറ്റീവ് സ്ട്രാറ്റജീസ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ അപ്രോച്ചസ് നമ്മൾ സെറ്റ് ആക്കി വെച്ചു. ആ സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഓരോ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് അനുസരിച്ച് അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് അനാലിസിസ് വെച്ചിട്ടൊക്കെ പ്രോഗ്രാംസ് അനലൈസ് ചെയ്യണം. ഓൾട്ടർനേറ്റീവ് സ്ട്രാറ്റജീസ്, അതായത് ഇപ്പോൾ തന്നെ ഒരു ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഒരു വീട് നിർമ്മിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പല രീതിയിൽ നിർമ്മിക്കാം അല്ലേ. 2 നിലയുള്ള വീട് നിർമ്മിക്കാം, 5 സെന്റിനകത്ത് വേണമെങ്കിൽ 2 നില, അല്ലെങ്കിൽ 10 സെന്റിനകത്ത് ഒറ്റ നിലയുള്ള വീട് വെക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, വീടുണ്ടാക്കാം. പക്ഷേ നമുക്കത് അത് പല സ്ട്രാറ്റജീസ് ആണ് വീട് വെക്കാനുള്ള. അപ്പം അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇതാക്കുന്നത്, നമ്മൾ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നോക്കാം അല്ലേ. ഈ 10 സെന്റ് സ്ഥലത്തിനകത്ത് 1 നില വീട് വെക്കുമ്പോഴാണോ, അല്ലെങ്കിൽ 5 സെന്റ് സ്ഥലത്തിനകത്ത് 2 നില വീട് വെക്കുമ്പോഴാണോ കുറച്ചുകൂടെ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് കിട്ടുന്നത് എന്ന് നമ്മൾ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് വെച്ച് നോക്കും. നെക്സ്റ്റ് കോമ്പറ്റേറ്റീവ് അനാലിസിസ്, അനലൈസ് ദ പ്രോഗ്രാം വിത്ത് കോമ്പറ്റേറ്റീവ് അനാലിസിസ് വെച്ച് നമ്മൾ അനലൈസ് ചെയ്യും പ്രോഗ്രാംസ്. എന്നിട്ട് നമ്മൾ ഒരു ബെസ്റ്റ് അപ്രോച്ച്, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബെസ്റ്റ് അപ്രോച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഗ്യാപ്പ് അനാലിസിസ് ചെയ്തു, ഐഡന്റിഫൈങ് ആൻഡ് സെലക്ടിങ് ദ ഓൾട്ടർനേറ്റ് സ്ട്രാറ്റജീസ് ഓർ അപ്രോച്ചസ്. നമ്മൾ എന്നിട്ട് സെറ്റ് ആക്കി വെച്ചു. എന്താണ്, അപ്പോൾ നമ്മൾ തീരുമാനിച്ചു 5 സെന്റ് സ്ഥലത്തിനകത്ത് 2 നില വീട് വെക്കാണ് നമ്മൾ സെറ്റ് ആക്കി വെച്ചു. അപ്പോൾ നമ്മൾ സ്ട്രാറ്റജീസ് നമ്മൾ സെറ്റ് ആക്കി വെച്ചു. ഇനി അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ, പ്രോപ്പർ എക്സിക്യൂഷൻ ഓഫ് ദ സ്ട്രാറ്റജി. നമ്മൾ സെറ്റാക്കി വെച്ച സ്ട്രാറ്റജിനെ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. നെക്സ്റ്റ്, എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം വെറുതെ അങ്ങ് ഇരിക്കുകയല്ല, എക്സിക്യൂട്ട് ചെയ്തല്ലോ ഇനി എൻ്റെ പണി കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുകയല്ല, മോണിറ്ററിങ് ആൻഡ് കൺട്രോളിങ്. നമ്മൾ മോണിറ്റർ ചെയ്യുകയും വേണം, കൺട്രോൾ ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ മോണിറ്ററിങ് കൺട്രോളിങ് എന്ന് പറയുന്ന സമയത്ത് പീരിയോഡിക്കലായിട്ട് റിവ്യൂ ചെയ്യണം. പിന്നെ നമ്മൾ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനകത്ത് കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ സെറ്റാക്കി വെച്ചില്ലേ, അതിനനുസരിച്ച് തന്നെയാണ് പോകുന്നത്. പിന്നെ ഇവാലുവേഷൻ ബേസ്ഡ് ഓൺ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാകുമ്പോഴത്തേക്കും പ്രോസസ്സ് കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ ഗെറ്റിംഗ് റെഡി, വിഷനും ഒബ്ജക്റ്റീവ്സും ഗോൾസും ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചു. പിന്നെ അനലൈസ് ചെയ്യുന്ന എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ എൻവയോൺമെന്റ് സിറ്റുവേഷൻ അനാലിസിസ്, പിന്നെ ഗ്യാപ്പ് അനാലിസിസ്. അത് കഴിഞ്ഞിട്ട് ഡെവലപ്പ് ആൻഡ് ഐഡന്റിഫൈങ് ആൻഡ് സെലക്ടിങ് ഓൾട്ടർനേറ്റീവ് സ്ട്രാറ്റജീസ്. പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു നമ്മൾ ഐഡന്റിഫൈ ചെയ്ത സ്ട്രാറ്റജീസ്. പിന്നെ മോണിറ്ററിങ് ആൻഡ് കൺട്രോളിങ്. ഇനി നമുക്ക് സ്റ്റെപ്സ് പഠിക്കാനുണ്ട്. സ്റ്റെപ്സ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്ത സ്റ്റെപ്സ് ആണ്. സ്റ്റെപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഗ്യാദർ ഇൻഫർമേഷൻ ഫ്രം എക്സ്റ്റേണൽ സിറ്റുവേഷൻ. നമ്മൾ എക്സ്റ്റേണൽ സിറ്റുവേഷനിൽ നിന്ന് എന്ത് ചെയ്തു, ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്തു. പിന്നെ കറണ്ട് സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ റിവ്യൂ ചെയ്തു. അപ്പോൾ എക്സ്റ്റേണൽ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തു, കറണ്ട് സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ റിവ്യൂ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് എന്തൊക്കെ കീ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമ്മളപ്പോൾ കീ ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്തല്ലോ, എന്നിട്ട് അതിനനുസരിച്ചുള്ള പ്രോട്ടോകോൾസും സ്ട്രാറ്റജീസും നമ്മൾ ഡെവലപ്പ് ചെയ്തു അല്ലേ. പ്രോട്ടോകോൾസും സ്ട്രാറ്റജീസും നമ്മൾ എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തു. ആ ഒരു നമ്മുടെ ഇഷ്യൂസിനനുസരിച്ച് നമ്മൾ ഇഷ്യൂസിനെ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പ്രോട്ടോകോൾസ്, എന്തൊക്കെ സ്ട്രാറ്റജീസ്, അപ്പം അത് നമ്മൾ രണ്ടും സെറ്റാക്കി വെച്ചു. അതിനുശേഷം ചോയ്സസ് നമ്മൾ മേക്ക് ചെയ്യുന്നു. എന്താണ്, ആ ഡെവലപ്പ് ചെയ്ത സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസിനകത്ത് ഏതൊക്കെ പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ ഏതൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് സെറ്റാക്കി വെക്കണം, അതാണ് മേക്കിംഗ് ചോയ്സസ്. ആ ചോയ്സിനനുസരിച്ച് നമ്മളൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നു, ബഡ്ജറ്റും പ്രിപ്പയർ ചെയ്യുന്നു, അതങ്ങ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഇവാലുവേഷൻ ആൻഡ് മോണിറ്ററിങ് ഓഫ് ദ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, പിന്നെ മോണിറ്റർ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള സ്റ്റെപ്സ്. ആദ്യം നമ്മൾ ഗ്യാദർ ദ ഇൻഫർമേഷൻ ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, പിന്നെ നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ അനലൈസ് ചെയ്തു. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. പ്രോട്ടോകോൾസും സ്ട്രാറ്റജീസും നമ്മൾ എന്ത് ചെയ്തു, ഡിഫൈൻ ചെയ്തു. ആ ഡിഫൈൻ ചെയ്ത പ്രോട്ടോകോൾസും സ്ട്രാറ്റജീസിൽ നിന്ന് നമ്മൾ ചോയ്സസ് മേക്ക് ചെയ്യുന്നു, അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുന്നു, പിന്നെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ഇവാലുവേഷൻ ചെയ്യുന്നു, മോണിറ്ററിങ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പ്രിപ്പറേഷൻ, ഇതാണ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജിക് പ്ലാനിങ് കഴിഞ്ഞു കേട്ടോ.